റംസാന്റെ രണ്ടാമത്തെ 10 പാപമോചനത്തിന്റേതാണ്. തങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരണമെന്നതാണ് ഈ കാലയളവിൽ വിശ്വാസികളുടെ പ്രധാന പ്രാർത്ഥന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റംസാൻ 11 മുതൽ 20 വരെയുള്ള കാലയളവാണ് മഗ്ഫിറത്ത് അഥവാ പാപമോചനത്തിന്റേതായി കണക്കാക്കുന്നത്. സർവ്വലോക രക്ഷിതാവേ, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്നാണ് വിശ്വാസികൾ പ്രധാനമായും ഈ കാലയളവിൽ പ്രാർത്ഥിക്കുക. എന്നാൽ വെറുതെ ഉരുവിടുന്നതിന് പകരം അർത്ഥവും മനസ്സും അറിഞ്ഞും ഈ പ്രാർത്ഥനകൾ നടത്താൻ വിശ്വാസികൾ ശ്രമിക്കണം. എന്റെ പാപങ്ങൾ പൊറുക്കണം എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പാപിയാണ് എന്ന കുറ്റസമ്മതം കൂടിയാണ് നടക്കുന്നത്. എന്നാൽ വിശ്വാസികളെ ഇസ്ലാം മതത്തിന്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കാനാണ് റംസാനെ 3ആയി തരംതിരിച്ചിരിക്കുന്നതെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. റംസാൻ മാസത്തിന്റെ ഒന്നാമത്തെ 10 റഹ്മത്ത് അനുഗ്രഹത്തിന്റെ 10 എന്നും, രണ്ടാമത്തേത് പാപമോചനത്തിന്റേത് എന്നും, മൂന്നാമത്തത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന 10 എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത്തെ 10ൽ പാപമോചനമില്ല എന്നോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലില്ല എന്നോ അല്ല. അതുപോലെ രണ്ടാമത്തെ 10ൽ റഹ്മത്ത് ഇല്ല എന്നും അതിന് അർത്ഥമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു രൂപപ്പെടുത്തുക എന്ന നിലക്ക് അനുഗ്രഹത്തിനാൽ മാപ്പ് ചെയ്തു കൊടുക്കുകയും മാപ്പ് ചെയ്യുന്നത് വഴി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന ഒരു ബുദ്ധിപരമായ ഒരു കാഴ്ചപ്പാട് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 3ആക്കി വിഭജിച്ചിട്ടുള്ളത്. മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയെന്നതാണ് റംസാന്റെ ഗുണങ്ങളിലൊന്നും. ഭക്ഷണമുണ്ടെങ്കിലും വ്രതകാലത്ത് വിശ്വാസികൾ നോമ്പ് നോക്കുന്നു, പണമുണ്ടെങ്കിലും ദാനം നൽകാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നു എന്നിവ ഇതിനെല്ലാം ഉദാഹരണങ്ങളാണ്. ഭൗതിക ലോകത്തോടുള്ള ആകർഷണങ്ങളിൽ നിന്ന് മനസ്സിനെ വിലക്കി ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് റംസാൻ. മനോരമ ന്യൂസ്.